സ്വാമി രംഗനാഥാനന്ദജി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രബന്ധത്തിൽ പറയും, ഈ ഇന്ത്യക്കാർ ഇങ്ങനെ ആയിപ്പോകാൻ കാരണം ഇന്ത്യയിൽ അക്ഷരം പഠിച്ചവരിലും പഠിക്കാത്തവരിലും, ഇന്ത്യയിൽ അസ്പൃശ്യരായിരുന്നവരിലും അല്ലാത്തവരിലുമെല്ലാം ഏതോ ഒരു തരത്തിലുള്ള അനാസക്തി വ്യാപിച്ചിട്ടുണ്ട്. അത് ഈ ഉപനിഷത്തുകൾ സൃഷ്ടിച്ചു വിട്ട അനാസക്തിയാണ്. അത് ചിലപ്പോഴൊക്കെ ഗുണകരമല്ലാതെയുമായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയും. രാമായണത്തെ അങ്ങനെ കണ്ണും പൂട്ടി സ്വീകരിച്ചവരല്ല ഇന്ത്യയിലെ എഴുത്തുകാർ, ഇന്ത്യയിലെ ചിന്തകർ, അങ്ങനെ എല്ലാവരും. പക്ഷേ രാമായണത്തെ ആകമാനം തിരസ്കരിക്കണം എന്നും വിചാരിച്ചിട്ടില്ല. രാമായണത്തിൽ നിന്ന് അനേകം നന്മകൾ, ജീവിത അവബോധം സ്വീകരിക്കപ്പെടാനുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ കാലത്തും. രാമായണത്തെക്കുറിച്ച് നമ്മൾ ഈ കഥകളൊക്കെ പറഞ്ഞു പോവുകയും രാമായണത്തിൻ്റെ മഹാതത്വങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ചില സമകാലിക കാര്യങ്ങൾ കൂടി പറയാതെ നിർവാഹമില്ല. രാമായണം, മഹാഭാരതം തുടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങൾ, അവയിലുള്ള സാമൂഹികാവസ്ഥ, ആ സാമൂഹികാവസ്ഥകളൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്കപ്പുറമുള്ള ഒരു സാമൂഹികാവസ്ഥയാണ്. ആ സാമൂഹികാവസ്ഥ ഇന്ത്യൻ മനസ്സുകളിൽ പലതരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക തിന്മകൾക്ക് മുഴുവൻ ഉത്തരവാദിത്വവും കാരണവും ഏറ്റെടുക്കേണ്ട കാര്യം ഈ ഇതിഹാസങ്ങൾക്കില്ല, ഉപനിഷത്തുക്കൾക്കുമില്ല. അതിനുശേഷം വന്നിട്ടുള്ള ധാരാളം കൃതികളിൽ സാമൂഹിക തിന്മകളെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. അതിനെയൊക്കെ നമ്മൾ പ്രതിരോധിക്കുകയും നിയന്ത്രിക്കുകയും അതിനെതിരെ സമരം ചെയ്യുകയും ഒക്കെ വേണം. ഈ ഇതിഹാസങ്ങളെ പരിഗണിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ ഇതിഹാസങ്ങളല്ല ഇന്ത്യയിലെ സാമൂഹിക തിന്മകളെ മുഴുവൻ മനുഷ്യരുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചതെന്നാണ്. ഈ ഇതിഹാസങ്ങൾ അനേകം മനുഷ്യരുടെ മനസ്സിൽ നന്മയെ, ആദർശത്തെ, സ്നേഹത്തെ ഒക്കെ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജനത അതിൻ്റെ പ്രാരംഭകാലം മുതൽ ഇന്നോളം ജീവിക്കുമ്പോൾ വളരെ ശിഥിലമായ സാമൂഹികാവസ്ഥയിൽ, ശിഥിലമായ ആരാധനകളിൽ, ശിഥിലമായ അനുഷ്ഠാനങ്ങളിൽ, ശിഥിലമായ ആചാരങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ ഇന്ത്യൻ ജനത ഒരിക്കലും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള മാനുഷിക നന്മയെ ഉപേക്ഷിച്ചിട്ടില്ല. ഇന്ത്യൻ ജനത ആക്രമിക്കാൻ വന്ന, വൈദേശികമായി ആക്രമിക്കാൻ വന്ന ഒരാൾക്കുമെതിരെ ഇന്ത്യൻ ജനത ഒന്നായി നിന്ന് സംഘടിച്ച് ആക്രമണം നടത്തിയിട്ടില്ല. സ്വാമി രംഗനാഥാനന്ദജി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രബന്ധത്തിൽ പറയും, ഈ ഇന്ത്യക്കാർ ഇങ്ങനെ ആയിപ്പോകാൻ കാരണം ഇന്ത്യയിൽ അക്ഷരം പഠിച്ചവരിലും പഠിക്കാത്തവരിലും, ഇന്ത്യയിൽ അസ്പൃശ്യരായിരുന്നവരിലും അല്ലാത്തവരിലുമെല്ലാം ഏതോ ഒരു തരത്തിലുള്ള അനാസക്തി വ്യാപിച്ചിട്ടുണ്ട്. അത് ഈ ഉപനിഷത്തുകൾ സൃഷ്ടിച്ചു വിട്ട അനാസക്തിയാണ്. അത് ചിലപ്പോഴൊക്കെ ഗുണകരമല്ലാതെയുമായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയും. ഇന്ത്യൻ ജനതയിൽ അത്തരമൊരു അനാസക്തി വ്യാപിക്കാനിടയാക്കിയത് ജീവിത അവബോധം പഠിച്ചവരിലും പഠിക്കാത്തവരിലും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറയുന്നുണ്ട്, ഇന്ത്യൻ ജനതയിൽ ബഹുഭൂരിപക്ഷം പേരും പഠിക്കാത്തവരായിരുന്നു. ആ പഠിക്കാത്തവരിലേക്കൊരു ജീവിത അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഈ ഇതിഹാസങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നമ്മളതിനെ ഒന്നും കാണാതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ആളുകൾ രാമായണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുമ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭത്തിന് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയ ലാഭത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ രാഷ്ട്രീയ ലാഭം മാത്രമല്ല, ഈ ഇതിഹാസങ്ങൾ മനുഷ്യനിലേക്ക് സംക്രമിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെയോ ദേശീയ രാഷ്ട്രീയത്തിൻ്റെയോ അന്തർദേശീയ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും സന്ദേശങ്ങളല്ല. പ്രധാനമായും രാമായണവും മഹാഭാരതവും വേണ്ടും വിധം മനസ്സിലാക്കാൻ നമ്മൾ അവസരമുണ്ടാക്കുന്നതിലൂടെ ജനങ്ങളെ കൂടുതൽ ജീവിത അവബോധമുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുക. എല്ലാവരും ശ്രീരാമൻ്റെ ആദർശങ്ങൾ അതേപടി പാലിച്ചിട്ടല്ല ജീവിച്ചിട്ടുള്ളത്. രാമവിമർശനങ്ങളൊക്കെ വളരെ അത്യാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവണം. ഭാരതത്തിലെ തന്നെ പല പല കൃതികളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാളിദാസൻ്റെ രഘുവംശം വളരെ സൂക്ഷ്മമായി വായിച്ചാൽ അതിൽ രാമായണ വിമർശനത്തിൻ്റെ ധാരാളം അംശങ്ങൾ കാണാൻ കഴിയും. രാമായണത്തെ അങ്ങനെ കണ്ണും പൂട്ടി സ്വീകരിച്ചവരല്ല ഇന്ത്യയിലെ എഴുത്തുകാർ, ഇന്ത്യയിലെ ചിന്തകർ, അങ്ങനെ എല്ലാവരും. പക്ഷേ രാമായണത്തെ ആകമാനം തിരസ്കരിക്കണം എന്നും വിചാരിച്ചിട്ടില്ല. രാമായണത്തിൽ നിന്ന് അനേകം നന്മകൾ, ജീവിത അവബോധം സ്വീകരിക്കപ്പെടാനുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ കാലത്തും. ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ രാമായണത്തെ സമീപിക്കേണ്ട രീതിയിൽ വ്യത്യാസമുണ്ടെന്നാണ്. വളരെ ഒരു ന്യൂനപക്ഷമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്.
രാമായണത്തെയും മഹാഭാരതത്തെയും പൂർണ്ണമായി തിരസ്കരിച്ചാൽ ഇന്ത്യൻ സമൂഹത്തിൽ എന്തോ മാറ്റമുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ വിചാരിക്കുന്നതിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷേ ഇന്ത്യ രൂപപ്പെട്ടത്, ഇന്ത്യയിലെ സമൂഹം രൂപപ്പെട്ടത്, ഇന്ത്യയിലെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും, വിദേശത്തുനിന്ന് വന്നതും സ്വദേശത്തുണ്ടായതുമായ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നത്, വളർന്നത് ഒക്കെ ഈ ഇതിഹാസങ്ങളും അതിനോടനുബന്ധമായിട്ടുള്ള കൃതികളും ഉണ്ടാക്കിയെടുത്ത അടിസ്ഥാനത്തിന്മേലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഏതു തരം വിമർശനവുമാവാം. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണം നമ്മൾ. ആ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണുന്നതോടൊപ്പം തന്നെ ഈ കൃതികളെയും സഹിഷ്ണുതയോടെ കാണണം. ഈ കൃതികളോട് എന്തിനാണ് ഒരു അസഹിഷ്ണുത? ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കാൻ കഴിയുന്ന മഹത്തായിട്ടുള്ള 2 സാഹിത്യകൃതികളല്ലേ. ഈ സാഹിത്യകൃതികളോട്, അതൊരു സാഹിത്യകൃതിക്കും അപ്പുറത്തേക്ക് അതിന് സ്വാധീനമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഉണ്ടാക്കിയെടുത്ത ബാഹ്യവിശ്വാസങ്ങൾ കൊണ്ടല്ലാതെ ആ സാഹിത്യകൃതികൾക്ക് ചെലുത്താൻ കഴിയുന്ന അനിതര സാധാരണമായിട്ടുള്ള ഒരു ശക്തി അതിൽ തന്നെ, അതിൻ്റെ കാവ്യം ഗുണം കൊണ്ട്, അതിൻ്റെ ഭാഷ കൊണ്ട്, അത് ആവിഷ്കരിക്കുന്ന സത്യം കൊണ്ട് സന്നിഹിതമായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ സഹിഷ്ണുത എന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാവുന്ന ഒരു പാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വേണം രാമായണത്തെ മനസ്സിലാക്കാൻ എന്ന അഭിപ്രായം ശക്തമായി രേഖപ്പെടുത്തട്ടെ.